ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ ചാമ്പയ്ക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു കിടിലൻ ചാമ്പയ്ക്ക വൈൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് പോയിട്ട് കുറച്ച് ചാമ്പയ്ക്ക നമ്മുടെ തൊടിയിൽ നിന്നുള്ള ഈ ഒരു വീട്ടുമുറ്റത്തുള്ള ചാമ്പയ്ക്ക മരത്തിൽ നിന്ന് പറിക്കാം കേട്ടോ. ഒരുപാട് സ്ഥലമോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചാമ്പയ്ക്ക വളർത്തിയെടുക്കാനായിട്ട്. ഒരുപാട് ബ്രാഞ്ചസ് അങ്ങനെ സ്പ്രെഡായി പോകുന്ന ടൈപ്പൊന്നും അല്ല അത്. പിന്നെ ഒരുപാട് പൊക്കവും പോവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലമൊക്കെ വളരെ കുറവാണെങ്കിൽ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. ഇത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ ചാമ്പയ്ക്കൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരൂ. പിന്നെ വൈറ്റമിൻ സി ഒക്കെ ഇതിൽ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ എ, പൊട്ടാസ്യം, സോഡിയം, അയൺ, പ്രോട്ടീൻ, അതുപോലെ തന്നെ ഡയറ്ററി ഫൈബർ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ജലാംശമൊക്കെ വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന് തണുപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. ചൂട് സമയത്തൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ക്യാൻസർ രോഗത്തിനെയൊക്കെ തടയാൻ സഹായിക്കുമെന്ന് പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇതിൽ വൈറ്റമിൻ എ ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ്. 3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് പഴുത്ത് അങ്ങനെ വീണ് പോവും. പിന്നെ അത് വേസ്റ്റായി പോകും. അങ്ങനെ വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് പല റെസിപ്പീസും ട്രൈ ചെയ്യാവുന്നതാണ്. ജ്യൂസ്, ജാം, സ്ക്വാഷ്, അച്ചാർ, ഉപ്പിലിട്ട് വെക്കാം. അതുപോലെ തന്നെ വൈനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇന്ന് നല്ല കിടിലനായിട്ടുള്ളൊരു വൈൻ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാമ്പയ്ക്കയാണ് നമ്മുടെ വീട്ടിലുള്ളത്. അതങ്ങനെ കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം. അതിനായിട്ട് ഇതാ ഞാൻ പറിച്ചെടുക്കാനായിട്ട് പോയതാണ്. നിറയെ ചാമ്പയ്ക്ക നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഫുള്ള് പറിച്ചെടുത്ത് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ ചാമ്പയ്ക്ക പറിച്ചിട്ട് ഇത് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് അത്രയും ചാമ്പയ്ക്ക ഇട്ടിട്ടുണ്ട്. ഇനിയും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചല്ലേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ചേ പറിച്ചിട്ടുള്ളൂ. ഇതാ ഇനി നമുക്ക് ഈ ചാമ്പയ്ക്കനെ ഒന്ന് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവും, അതൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്താലോ. ചാമ്പയ്ക്ക വൈൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ച ചാമ്പയ്ക്ക ഇതാ നമ്മൾ 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ നമ്മൾ കളഞ്ഞു. എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സിയിൽ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ വൈൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഒന്നിൽ നമ്മൾ മിക്സിയിലൊന്ന് ഉടച്ചെടുത്തത്. ഒരുപാട് അങ്ങോട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ ചെറുതായിട്ടൊരു റൗണ്ട് ഒന്ന് കറക്കി എടുത്തതാണ്. അത് ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ആ 2 ആക്കി കട്ട് ചെയ്തില്ലേ, അത് മാത്രം വേറൊന്നിൽ മിക്സിയിൽ ഉടയ്ക്കാണ്ടുള്ളത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ 2 ടൈപ്പിലൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ രണ്ടിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാ 2 എണ്ണത്തിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്കൊന്ന് പാവ് കാച്ചിയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് പഞ്ചസാര ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ടുള്ള പഞ്ചസാര അതാ പാവ് കാച്ചണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ ഇതാ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാരൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം കേട്ടോ. നല്ല പഞ്ചസാര വൈനിൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ച് ഇടാം. ഞാനിവിടെ ഒരു മീഡിയം ആണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ 2 ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബോട്ടിലും നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ടാണ്. നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. ഈ ഒരു അളവിനാണ് കേട്ടോ ഞാൻ പഞ്ചസാര എടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഒന്ന് പെട്ടെന്ന് മെൽറ്റ് ആവാനായിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് മെൽറ്റായി വരട്ടെ. കുറച്ച് എന്താ പറയുക, കുറച്ച് കട്ട പോലെയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഒന്ന് നന്നായിട്ട് മെൽറ്റായി ഫുള്ള് വെള്ളം ആവട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം
ഇതിന് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ആറിയതിന് ശേഷം നമുക്ക് ഇതിനെ നമ്മൾ ചാമ്പയ്ക്ക് ആക്കി വെച്ച് 2 ബോട്ടിലോട്ടും ഒഴിച്ചു കൊടുക്കാം. നന്നായി ആറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്തത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി അതിന് ഈ 2 ബോട്ടിലോട്ടും നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്തത് ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലൊന്ന് ഉടച്ചെടുത്തതിലോട്ട് ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് കൈകൊണ്ട് 2ആക്കി ഇട്ടിട്ട് വെച്ച ചാമ്പയ്ക്കയിലും നമ്മൾ മെൽറ്റ് ചെയ്ത പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കാം. അതിന് മുൻപ് നമ്മൾ ഈ രണ്ട് പീസാക്കിയിട്ടുള്ള ചാമ്പയ്ക്ക ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ച് പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മെൽറ്റ് ചെയ്ത് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ മെൽറ്റ് ചെയ്തിട്ടാവുമ്പോൾ പെട്ടെന്ന് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു 45 ദിവസം എന്നുള്ളത് ഒരു 10 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു വൈന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മെൽറ്റ് ചെയ്തിട്ട് ഈ പഞ്ചസാര ഇട്ടത്. അപ്പോൾ നോർമൽ പഞ്ചസാര നമുക്കൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ അതിൽ പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെൽറ്റ് ചെയ്ത ആ ലിക്വിഡും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ മെൽറ്റ് ചെയ്തത് മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ബോട്ടിലും വരുന്ന വൈനിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതിൽ 1-2 ഐറ്റം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 ദിവസം അങ്ങനെ വെക്കാം അടച്ചിട്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചാമ്പയ്ക്ക വൈൻ ഇട്ടിട്ട് ഇത് 6ാമത്തെ ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 6ാമത്തെ ദിവസം ഈ ചാമ്പയ്ക്കൻ്റെ പൊസിഷൻ എന്താണെന്ന് നോക്കിയോളൂ. നമ്മൾ മിക്സിയിൽ ഒന്ന് ഉടച്ചെടുത്ത ചാമ്പയ്ക്ക് ഇതാ ഈ ഒരു പൊസിഷനിലായിട്ടുണ്ട്. താഴോട്ട് ഇതാ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്, നല്ല റെഡിഷ് കളറിൽ. അതേപോലെ തന്നെ നമ്മൾ 2ആക്കി കട്ട് ചെയ്തിട്ട ചാമ്പയ്ക്കാണിത്. അത് ഇതാ ഈ ഒരു പൊസിഷനിലായിട്ടുണ്ട്. അതിൽ വെള്ളം ഇറങ്ങി വന്ന് ഇതാ ഈ ഒരു കളറിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ 2 പൊസിഷനിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്കൊരു കിടിലൻ ഐറ്റം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ. ഇനി ഞാനിവിടെ കുറച്ച് സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാണ് സൂചി ഗോതമ്പ്. ഈ ഒരു സൂചി ഗോതമ്പ് നമുക്ക് ഈ 2 വൈനിലോട്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വൈൻ ബോട്ടിൽ ഇതാ തുറന്നപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ മിക്സിയിൽ ഉടച്ചത് ഇതാ ഈ ഒരു പൊസിഷനിലുണ്ട്. അതേപോലെ തന്നെ ഇതാ നമ്മൾ 2ആക്കി മുറിച്ചിട്ട ചാമ്പയ്ക്കൻ്റെ ആണെങ്കിൽ ഇതാ ഈ ഒരു പൊസിഷനിലുമാണ് കേട്ടോ ഉള്ളത്. കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാ ഇങ്ങനെയാണ്, ഒരു വാട്ടമൊക്കെ തട്ടിയിട്ടുണ്ട്. ഇതാണെങ്കിൽ പിന്നെ നമ്മൾ ഉടച്ചിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പൊസിഷനിലാണ് കേട്ടോ. നമുക്ക് ഉറുമ്പൊക്കെ വരാനുള്ള സാധ്യത നല്ലപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് വെള്ളത്തിലിറക്കി വെച്ചു. ഞാൻ ഈ ഒരു ബോട്ടിലിനെ ഒരു പ്ലേറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ നടുക്കാണ്, നമ്മൾ ഈ പ്ലേറ്റിന് നടുക്കാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ വെച്ചതുകൊണ്ട് തന്നെ എറുമ്പൊന്നും പിന്നെ വന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ്ടോ, നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വൈനൊക്കെ ഇവിടെ അടിപൊളിയായി തയ്യാറാകും കേട്ടോ. നമ്മൾ പെട്ടെന്നൊന്ന് വൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിൽ ഉടച്ചത്. അങ്ങനെ ഒരു ഐഡിയ നമ്മൾ പ്രയോഗിച്ചത്. അപ്പോൾ എത്രമാത്രം അത് സക്സസ് ആവുമെന്നറിയില്ല, നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ ഒരു വൈനിൻ്റെ. അതേപോലെ തന്നെ ഇതാ ഇതിലാണെങ്കിലും ഇങ്ങനെയാണ്, കണ്ടില്ലേ, ഉറുമ്പൊക്കെ ഇങ്ങനെ മണം വരുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സൈഡിലൊക്കെ ഇതാ അങ്ങനെ വന്നിട്ടുണ്ട് മണം. എവിടെന്നെങ്കിലും എത്തുമ്പോഴേക്കും ഉറുമ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ആ ഒരു സൂചി ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടിൽ ഞാൻ സൂചി ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മൾ ഒന്ന് മിക്സിയിൽ ഉടച്ച അതിൽ കുറച്ച് സൂചി ഗോതമ്പ് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ കുറച്ച് ചാമ്പയ്ക്കല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു കുറവ്, അതിനേക്കാളും അളവ് കുറവിൽ സൂചി ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ബോട്ടിലൊന്ന് അടച്ച് വെക്കാം. ഇതാ കണ്ടില്ലേ, നല്ല വീര്യം കൂടാനായിട്ടാണ് നമ്മൾ ഈ സൂചി ഗോതമ്പ് ഇടുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ചാമ്പയ്ക്ക് ഏതൊക്കെ പൊസിഷനിലാവുമെന്ന്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ചാലോ. ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഇതിലോട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് രണ്ടും. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് ഒന്ന് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ സൂചി ഗോതമ്പൊക്കെ ഇതാ ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ബോട്ടിലൊക്കെ നന്നായിട്ട് മുറുക്കി അടച്ച് വെക്കണം. ഇതാ കണ്ടില്ല, അല്ലെങ്കിൽ ഉറുമ്പൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സൂചി ഗോതമ്പൊക്കെ ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം നമ്മുടെ വൈൻ ഏത് പരുവത്തിലാവും എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇട്ട് വെച്ച വൈൻ ഇതാ ചാമ്പയ്ക്ക വൈനാണ്. അതിപ്പോൾ 12 ദിവസം ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പൊസിഷനിലാണ്. നമ്മൾ മിക്സിയിൽ ഉടച്ചിട്ടിട്ടു. അതിപ്പോൾ ഇതാ ഈ ഒരു പൊസിഷനിലായിട്ടുണ്ട്. ഇതിൽ നമ്മൾ സൂചി ഗോതമ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ മിക്സിയിൽ ഉടയ്ക്കാതെ 2 പീസാക്കിയിട്ട് നമ്മൾ ഇട്ട ചാമ്പയ്ക്കയാണിത്. അതിലും സൂചി ഗോതമ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടും ഇതാ ഈ ഒരു പൊസിഷനിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി ഇതിന് നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മൾ വൈൻ ഇട്ട് വെച്ച ബോട്ടിലിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇതാ 2 ടൈപ്പിലാണ് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്. തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പഴച്ചാറിൻ്റെയൊക്കെ മണമില്ലേ, ആ വൈൻ്റെയൊക്കെ മണം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഇതാ അടിപൊളിയായിട്ടില്ലേ. ഇതാണ്ടോ മേലെ വരയ്ക്ക് അങ്ങനെ വെള്ളം വന്ന് നിൽക്കുന്നുണ്ട്. നന്നായിട്ട് ആ വൈനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിത് എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ദിവസവും ഞാൻ കറക്റ്റായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ്ടില്ലേ, ഒരു സൂചി ഗോതമ്പും നമ്മൾ ഉടച്ചെടുത്ത ചാമ്പയ്ക്കയും ഒക്കെ ദാ ഇങ്ങനെ ഉണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതാണെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടില്ലേ, ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ചാമ്പയ്ക്കൊക്കെ നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു ലെവലിൽ ഇതാണ് നമ്മുടെ വൈന്. ഇതവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ടൊന്ന് അരിച്ചെടുത്ത് വെക്കാം. നമ്മളിതാ കുറച്ചായിട്ടൊന്ന് ഇതാ അരിപ്പിയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു പാത്രം എടുക്കുക, എന്നിട്ട് അരിപ്പിയിലോട്ട് ഇതാ ഒഴിച്ചു കൊടുത്ത് ആ പാത്രത്തിലോട്ട് മുഴുവൻ നമുക്കൊന്ന് അരിച്ചെടുക്കാം. മെല്ലെ മെല്ലെ ഒന്ന് മുഴുവനായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് ആ ഒരു ചണ്ടി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മെല്ലെ ഒന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു ചണ്ടി നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. സൂചി ഗോതമ്പും അതുപോലെ തന്നെ ചാമ്പയ്ക്കയും ഒക്കെയാണ്, പഞ്ചസാരയാണ് ഇതിലുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നമ്മുടെ ചാമ്പയ്ക്ക വൈൻ നമ്മൾ നന്നായിട്ട് ഇത് അരിച്ചെടുത്തു. അതിനൊരു പാത്രത്തിലോട്ട് നമ്മളിതാ മാറ്റിയിട്ടുണ്ട്. ഇത് ഉടച്ച് വെച്ച ചാമ്പയ്ക്കയാണ് കേട്ടോ നമ്മളിപ്പോൾ അരിച്ചെടുത്തത്. ഇനി ഇതിൻ്റെ ചണ്ടി ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അങ്ങനെ മാറ്റിയിട്ടുണ്ട് ഫുള്ള്. അപ്പം നമുക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഈ ഒരു അളവിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചാമ്പയ്ക്ക വൈൻ ഉടച്ചതിന്ന്. ഇനി നമുക്ക് നമ്മൾ 2 പീസാക്കിയിട്ട ചാമ്പയ്ക്കനെയും ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് നോക്കാം. നെക്സ്റ്റ് ഇതാ നമ്മളൊരു ഗ്ലാസിൻ്റെ ബൗളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതാ നമ്മൾ അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വലിയ അരിപ്പ തന്നെ വേണം കേട്ടോ അത് അരിക്കാനായിട്ട്. പിന്നെ നമുക്ക് നമ്മൾ 2 കട്ട് ചെയ്തിട്ട് വൈനിടാനായിട്ട് വെച്ച ആ ചാമ്പയ്ക്കയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതാവുമ്പോൾ തരിതരിയൊന്നും ഒരുപാടില്ല കേട്ടോ. മറ്റേത് നമ്മൾ ഉടച്ചിട്ട് ഒഴിക്കുന്ന പോലെയല്ല, ഇത് വേറൊരു ടൈപ്പാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. രണ്ടും നല്ല മണം വരുന്നുണ്ട്. നല്ല ആ ഒരു നമ്മൾ സൂചി ഗോതമ്പൊക്കെ ഇടുന്നത് അതിൻ്റെ ഒരു വീര്യം കൂടാൻ വേണ്ടിയിട്ടാണ്.
കുറച്ചൊന്ന് നന്നായിട്ട് പതഞ്ഞൊന്ന് പൊങ്ങാനായിട്ടാണ്. അപ്പോൾ ഇതാ ഇത് പെട്ടെന്ന് അരിക്കാൻ കിട്ടി, മറ്റേതുപോലെയല്ല, നമുക്ക് പെട്ടെന്നൊന്ന് അരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാ. അപ്പോൾ നമുക്ക് ഇനി രണ്ടിനെയും ഒരേ ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റാം. അതിനുശേഷം രണ്ടും തമ്മിലുള്ള വ്യത്യാസം ടേസ്റ്റിലും ഒക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിവിടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഉടച്ച ചാമ്പയ്ക്ക വൈനാണ്. ഇതാ ഈ കാണുന്നത് നമ്മൾ ഉടച്ചെടുത്ത ചാമ്പയ്ക്ക വൈനാണ്. അതേപോലെ ഇനി നമ്മൾ ചാമ്പയ്ക്കനെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ടില്ലേ, ആ ചാമ്പയ്ക്കൻ്റെ വൈനാണ് കേട്ടോ ഇത്. രണ്ടും തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ 2 ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. രണ്ടിൻ്റെ കളർ തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ മിക്സിയിൽ നന്നായി ഉടച്ചു പറയാൻ പറ്റില്ല, ഒന്ന് ഏകദേശം ഒന്ന് ഉടച്ചിട്ട് നമ്മൾ അതിലോട്ട് പഞ്ചസാരയും സൂചി ഗോതമ്പും ഒക്കെ ഇട്ടതാണ് ഈ ഒരു റോസ് കളറിൽ കാണുന്നത്. ഈ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ 2 ആക്കി കട്ട് ചെയ്ത് ഇട്ടതാണ് ഇതാ ഈ കാണുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള കളർ ഡിഫറൻസ് ഉണ്ട്. 12 ദിവസവും ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നല്ല മണവും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഈ 45 ദിവസവും 50 ദിവസവും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല വീര്യം കൂടാനായിട്ടായിരിക്കും വേണമെങ്കിൽ 50 ദിവസമൊക്കെ വെക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം വീര്യമൊക്കെ ഉണ്ട്, നല്ലൊരു കളറും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് ഇതാ കണ്ടോ, ഈ ഒരു പഴത്തിൻ്റെ മണം കേട്ടിട്ട് ഒരു ഈച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തേനീച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചുറ്റി പറക്കുകയാണ്. ഇത് ഇടയിൽ കൂടെ, വീഡിയോൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല മണം വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം അത്രയും നാച്ചുറലായിട്ടുള്ള ഒന്നാണിത്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്കിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇടയിൽ കൂടെ പറക്കുന്നത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്രയും നല്ല സൂപ്പർ മണമാണ് കേട്ടോ അതിന്. ഇതാ കണ്ടോ, തേനീച്ച വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചുറ്റി പറക്കുകയാണ്. കാരണം ഈ പഴച്ചാറിന് അത്രയ്ക്കൊരു മണമുണ്ട് കേട്ടോ ഇതിന്. നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, മണം നല്ലത് വരുന്നുണ്ട്. ഇനി നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്തെടുത്ത ചാമ്പയ്ക്കയാണ്, അതിൻ്റെ വൈനാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊന്ന് നോക്കാം. നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നല്ല സൂപ്പറാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല എന്താ പറയുക, ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് നമ്മളിങ്ങനെ ഇട്ടത്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇത് നമ്മൾ മിക്സിയിൽ ഉടച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് നന്നായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മിക്സിയിൽ ഉടച്ചത് കുറച്ചുകൂടി നല്ല വീര്യമുണ്ട്. നമുക്ക് കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല ഒരു പവർ തോന്നുന്നുണ്ട്. പക്ഷെ ഇതാവുമ്പോൾ ആ ഒരു എരിവ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ വൈനൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു എരിവ് ഉണ്ടാവുമല്ലോ, ആ ഒരു എരിവ് നമുക്ക് ഈ ഒരു ഉടച്ച ഇതിൽ വരുന്നുണ്ട്, ഈ ഒരു വൈനിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിൽ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 2 ആക്കി കട്ട് ചെയ്ത ചാമ്പയ്ക്കൻ്റെ ആ ഒരു വൈന് ഇതിൻ്റെ അത്രയും ഒരു വീര്യം തോന്നുന്നില്ല, ഒരു എരിവൊന്നും തോന്നുന്നില്ല. എരിവുണ്ട്, പക്ഷെ ഇതിൻ്റെ അത്ര ഇല്ല കേട്ടോ. അപ്പോൾ ഉടച്ചിട്ടിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വൈൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത്. നമ്മളൊന്ന് മിക്സിയിലൊന്ന് ഉടച്ചെടുത്തിട്ട് ഇടുന്ന വൈനാകുമ്പോൾ നമുക്ക് അധിക ദിവസം കൂടുതൽ വെക്കേണ്ടി വരില്ല. ഇതാകുമ്പോൾ കുറച്ച് കൂടുതൽ വെക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ വൈനൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു.
എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൂപ്പലടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറേ ഐറ്റംസ് അങ്ങനെ ആഡ് ചെയ്യണം ഇങ്ങനെ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കതൊന്നും അറിയില്ല. അപ്പം എനിക്ക് അറിയുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഒരു പൂപ്പലോ ഒരു പ്രശ്നങ്ങളോ ഒന്നും വന്നില്ല. കാര്യമായിട്ട് കെയറിങ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. നിങ്ങളെല്ലാവരും ഫസ്റ്റ് മുതലേ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് അത്രയൊന്നും കെയർ ഇല്ലാതെ തന്നെ ഈ ഒരു വൈന് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു വൈൻ എല്ലാവരും നിങ്ങൾക്ക് വൈൻ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ചാമ്പയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു വൈൻ ചാമ്പയ്ക്ക് ഉണ്ടെങ്കിൽ വേസ്റ്റ് ആക്കാതെ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.